ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാക്ടസ് വെറൈറ്റി പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്. ഈ പ്ലാന്റിൻ്റെ പേര് റിപ്സാലിസ് റാമുലോസ അല്ലെങ്കിൽ റെഡ് കോറൽ കാക്ടസ് എന്നാണ്. ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമുള്ള ഒരു പ്ലാന്റ് അല്ല കേട്ടോ റിപ്സാലിസ്. കാക്ടസ് വെറൈറ്റി ആണെങ്കിൽ കൂടി തന്നെ കാക്ടസിൻ്റെ യാതൊരുവിധ ഗ്രോത്ത് ഹാബിറ്റും ഈ പ്ലാന്റിനില്ല. കാരണം അത്യാവശ്യം ഹ്യൂമിഡിറ്റി മോയ്സ്ചറും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് റിപ്സാലിസ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഇൻഡോർ പ്ലാന്റിനെ കെയർ ചെയ്യും പോലെ തന്നെ ഈ പ്ലാന്റിനെയും കെയർ ചെയ്യണം. കാരണം ടോപ്പ് സോയിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടറിങ് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ലീഫ് പ്രൊപ്പഗേഷനാണ് നമ്മൾ കൂടുതലായിട്ടും ഈ പ്ലാന്റിൽ ചെയ്യുക. പക്ഷേ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ന്യൂ പ്ലാന്റ്സ് ഉണ്ടായി വരുമ്പോൾ അത് നല്ല ഗ്രീൻ കളർ ലീവ്സ് ആയിരിക്കും, ഇതുപോലെ പിങ്ക് കളർ ലീവ്സ് അല്ലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നഴ്സറിയിൽ ഇരിക്കുന്ന പ്ലാന്റ് ഇത്ര പിങ്ക് ആയിട്ട് ഇരിക്കില്ല. കാരണം ഈ പ്ലാന്റ് കുറച്ച് മച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ പിങ്ക് ഷെയ്ഡ് ഇലകളിലേക്ക് കൂടുതലായിട്ടും വരുള്ളൂ. ഈ പ്ലാന്റിൻ്റെ ലീവ്സ് പോലെ തന്നെ ഇതിന് ഭംഗി നൽകുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതാണ് ആ ഇലകളുടെ സൈഡിൽ കൂടിയുള്ള പേള് പോലത്തെ ഇതിൻ്റെ ഫ്രൂട്ട്സ്. അപ്പം ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഇലകളുടെ സൈഡിൽ കൂടി കുഞ്ഞ് ഫ്ലവേഴ്സ് ഉണ്ടാവും. അതായത് പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് നിറത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. നമ്മൾ ക്രിസ്മസ് കാക്ടസിലൊക്കെ കണ്ടിട്ടില്ലേ? പക്ഷേ ക്രിസ്മസ് കാക്ടസിന് അത്ര വലിയ ഫ്ലവേഴ്സ് ആയിരിക്കില്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാവും. അതിന് ശേഷമാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫ്രൂട്ട്സ് വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അതത്ര ഈസി അല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്ലാന്റ് ഇൻഡോറിൽ വളരും, പക്ഷേ നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇൻഡോറിൽ ഈ പ്ലാന്റ് വെക്കാൻ പാടുള്ളൂ. ഏറ്റവും ഭംഗിയായിട്ട് ഈ പ്ലാന്റ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ കിടക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പുറത്ത് നമ്മുടെ ഗാർഡനിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നല്ല രസകരമായിട്ട് ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫെർട്ടിലൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ ഫെർട്ടിലൈസേഷൻ ഒന്നും ആവശ്യമുള്ളൊരു പ്ലാന്റ് അല്ല കേട്ടോ ഇത്. ഈസി കെയറിങ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം എൻ്റെ പ്ലാന്റ്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റ്, എല്ലാ പ്ലാന്റ്സും എനിക്ക് ഇഷ്ടമാണ്, എന്നാലും ഇതിൻ്റെ ലീവ്സിൻ്റെ ആ ഭംഗി കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു ചെടി വിശേഷവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.